ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി നാടൻ കറിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങയും വെച്ചിട്ടുള്ള തനി നാടൻ കറിയാണ്. അപ്പോൾ അതങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന ഞാൻ 2 പിടി എടുത്തിട്ടുണ്ട്. എൻ്റെ കൈ കൊണ്ട് 2 പിടി അളവിൽ മുരിങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു മൂടി അളവിൽ തേങ്ങ, ഒരു 10ഓളം ചക്കക്കുരു ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ചിലവർ വിചാരിക്കുന്നുണ്ടോ അതിന് ചുവന്ന ആ കളറൊന്നും കളഞ്ഞിട്ടില്ലല്ലോ. ഞാനത് കളയാറില്ല കേട്ടോ. അത് നല്ലതാണെന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഞാനത് അധികം കളയാറില്ല. അപ്പോൾ അതിനൊന്ന് കട്ട് ചെയ്ത് ഞാൻ കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാതിരുന്ന് വേറെ ഒന്നുമല്ല, കുക്കറിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ഇനി അത് കാണിച്ചിട്ട് എൻ്റെ ഉള്ള ഈ ഇമേജും കൂടി പോയി കിട്ടണ്ട എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്കതിനോടൊപ്പം തേങ്ങ അരച്ചിട്ട് വരാം. തേങ്ങയോടൊപ്പം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 8-10 കുരുമുളകിൻ്റെ മണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മഷി പോലെ അരച്ചെടുക്കാറില്ല, അതുപോലെ അങ്ങനെ നന്നായിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് നമ്മുടെ ചക്കക്കുരു കൊട്ടി കൊടുക്കാം. ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് കൊട്ടി കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് വരികയെന്ന് പറയില്ല, ആ കഴുകിയ വെള്ളം കൂടി ഞാൻ ഒരു 1/2 ജാറിൻ്റെ അത്രയും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മല്ലിപ്പൊടി ഞാൻ ഇതിലോട്ട് ചേർക്കാറില്ല കേട്ടോ. മുളക് പൊടി 1 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ ഒരു 1-1.5 ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ടേസ്റ്റ് നോക്കി ഈ സമയത്ത് ഇത് നമ്മുടെ തിളയ്ക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഒരു തട്ട് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മുടെ മുരിങ്ങ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് എന്താ എരിവ് പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർക്കാം. ഞാൻ ഈ ഒരു അളവിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ മുരിങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചേക്ക്. ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് നമ്മുടെ മുരിങ്ങയില വേവാൻ ഉള്ള ടൈം ഒരു 5-6-7 മിനിറ്റ് ഇട്ടാ ഇത്രേ വേണ്ടുള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുരിങ്ങയില വെന്ത് കിട്ടുമല്ലോ. നമ്മുടെ മുരിങ്ങയില നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള തനി നാടൻ കറി കേട്ടോ. ചക്കക്കുരുവൊക്കെ നമുക്ക് സീസണിൽ കിട്ടുന്നൊരു സാധനമാണ് അല്ലേ. അപ്പോൾ ആ ചക്കക്കുരു നമുക്ക് ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട. ഇങ്ങനെ ഈ രീതിയിലൊക്കെ വെച്ച് കഴിച്ചു പറയാം വളരെ വളരെ നല്ലതാണ്. നമ്മുടെ ഗൾഫിലും പുറത്തെ രാജ്യങ്ങളിലൊക്കെ നല്ല വിലയുള്ള സാധനമാണ് ചക്കക്കുരു കേട്ടോ. അപ്പോൾ കിട്ടിയാൽ ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട. വേഗം തന്നെ അതിന് കറി വയ്ക്കാം കേട്ടോ. തോരനായിട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് ചക്കക്കുരു ഉള്ളിൽ പോയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇതിലേക്ക് കടുക് തളിച്ചോട്ടാട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കടുകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒരു 8-10 ചെറിയുള്ളി ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 2 വറ്റൽമുളകും ഇത്ര മാത്രമേ വേണ്ടുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് കടുക് തളിച്ചെടുക്കട്ടാം. വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി കറിയാണിത്. ആരും ഒട്ടും സമയങ്ങളെ പെട്ടെന്ന് തന്നെ പോയി തയ്യാറാക്കിയുള്ളൂ കേട്ടോ. ഇത്രയുള്ളൂ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. എങ്കിലിപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.